9ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗം എളുപ്പത്തിൽ മനസ്സിലാക്കാം. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണിത്. നാം അനുഭവിക്കാത്ത ജീവിതം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കുമെന്ന മുഖവാക്യത്തോടെ തുടങ്ങുന്ന കൃതിയാണ് ആടുജീവിതം. ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മറ്റ ജീവിതയാത്രയുടെ കഥ കൂടിയാണിത്. നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്നു നജീബ്. ജീവിതപ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. കൂടെ പരിചയക്കാരനായ ഹക്കീമും. ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന അവർക്ക് അയൽക്കാരനായിരുന്ന ശശി ബോംബെയിൽ വെച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. റിയാദിൽ വിമാനം ഇറങ്ങിയ അവർ എയർപോർട്ടിലേറെ നേരം അർബാബിനെ അഥവാ സ്പോൺസറിനെ കാത്തിരുന്നു. ഇതിനിടയിൽ അവിടെ എത്തിയ ആൾ തങ്ങളുടെ അർബാബാണെന്ന് കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു. വളരെ പഴക്കം ചെന്ന വണ്ടിയിലാണ് അവർ പോകുന്നത്. ഗൾഫിൻ്റെ വീഥികളിലൂടെ വേഗം കുറഞ്ഞ വണ്ടിയിലൂടെ അവർ യാത്ര തുടരുന്നു. ഏറെ പ്രതീക്ഷകളോടെയാണത്. അർബാബിൻ്റെ മോശമായ പെരുമാറ്റവും വണ്ടിയുടെ പിറകുവശത്തിരുന്നുള്ള യാത്രയുമെല്ലാം നജീബിനെ പ്രയാസപ്പെടുത്തി. എങ്കിലും ആ യാത്രയിലും ചില സന്തോഷങ്ങൾ കണ്ടെത്താൻ നജീബ് ശ്രമിച്ചു. വിശപ്പും ദാഹവുമെല്ലാം ആ യാത്രയിൽ അവർക്ക് അനുഭവപ്പെട്ടു. താൻ സ്വപ്നം കണ്ട ഒരു ഗൾഫിലേക്കല്ല തൻ്റെ യാത്ര എന്ന തോന്നലുണ്ടാകുമ്പോഴും നജീബ് സ്വയം ആശ്വസിക്കുന്ന ഭാഗവും ഇതിൽ കാണാം. അത്രമേൽ തീവ്രമായി ഒരാൾക്ക് സഹിക്കാനും അതിജീവിക്കാനും സാധിക്കുമോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിലെല്ലാം ഉണർത്തിയാണ് നജീബിൻ്റെ മരുഭൂമിയിലെ യാത്ര മാറുന്നത്. സമയം എത്രയാണെന്ന് പോലും അറിയാൻ കഴിയില്ല. മുകളിലോട്ട് നോക്കിയാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ, താഴെ വെറും മണൽക്കൂനകൾ. പ്രവാസ ജീവിതത്തിൻ്റെ ദൈന്യമേറിയ കാഴ്ചകൾ നൽകുന്നു ഈ പാഠഭാഗം.